എച്ച് പാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിലെ ഖിടുക്കി എന്ന ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. एसी की वजह जनरल कोच से सफ़र का आनंद लेना, इसका मतलब क्या हो सकता है? എ സിക്ക് പകരം ജനറൽ കോച്ചിലെ യാത്രയുടെ ആനന്ദം അനുഭവിക്കുക എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥമെന്താണ്? ഉത്തരം, जनरल कोच में यात्रा करने से अलग अलग तरह के लोगों से मिल सकता है. ജനറൽ കോച്ചിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള ആളുകളെ കാണാൻ സാധിക്കും. ഉൻകെ ജീവൻ കോ കരീബ് സെ സമജ് സക്തേ ഹേ, അവരുടെ ജീവിതത്തെ തൊട്ടടുത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഉൻസെ ബാത്ചീത് മാഹോൾ ആദി കാ ആനന്ദ് ലേനെ കാ അവസർ ഭി മിൽത്താ ഹേ, അവരുമായി സംസാരിക്കാനും ആ അന്തരീക്ഷത്തിൻ്റെ ആനന്ദം അനുഭവിക്കാനുമുള്ള അവസരം അവർക്ക് ലഭിക്കുന്നു. സബ്സെ ഊപ്പർ ഗരീബ് ലോഗോं के जीवन को समझने और उनके संघर्षों को महसूस करने का अवसर भी मिलता है. എല്ലാത്തിനും ഉപരി പാവപ്പെട്ട ആളുകളുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാനും അതുമാത്രമല്ല അവരുടെ സംഘർഷത്തെ അറിയാനും സാധിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യുവതി കാ ഗല റൂന്ത് ജാനെ കാ കാരൺ ക്യാ ഹോ സക്താ ഹേ, യുവതിയുടെ തൊണ്ട ഇടറിയതിൻ്റെ കാരണം എന്തായിരിക്കാം? ആൻസർ, ജബ് ഗ്രാഹകനെ ബഹുത് കം पैसे में शाल खरीदने की बात कही तो उनकी आर्थिक स्थिति और परिवार की परेशानियों को याद आई, इसलिए उसका गला रूंध गया. ഉപഭോക്താവ് ബഹുത് കം പൈസേമേ, വളരെ കുറഞ്ഞ പൈസക്ക് ഷോൾ വാങ്ങുന്ന കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ യുവതി അവരുടെ ആർത്തിക് സ്ഥിതി ഓർ പരിവാർക്കി പരേശാനിയും കോ യാദ് ആയി, അവരുടെ സാമ്പത്തിക സ്ഥിതിയും അവരുടെ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ഓർമ്മ വന്നു. ഇസ്ലിയെ ഉസ്കാ ഗല റൂന്ത് ഗയ, അതുകൊണ്ടായിരിക്കാം അവരുടെ തൊണ്ട ഇടറിയത്. वो एक में ही 150 में मान गई, गलती की, थोड़ा तोल मोल और करना चाहिए था. इस कदम से लोगों के किस मनोभाव का परिचय मिलता है? അവൾ ഒറ്റത്തവണ തന്നെ 150 രൂപയ്ക്ക് സമ്മതിച്ചു. ഗൽത്തിക്ക്, ഞാൻ തെറ്റ് ചെയ്തു. തോടാ തോൽ മോൽ ഓർ കർണ ചാഹിയേത, ഒന്നും കൂടി വിലപേശണമായിരുന്നു. ഇസ് കഥൻ സേ ലോഗോം കെ കിസ് മനോഭാവ് കാ പരിചയം മിൽത്താ ഹേ, ഈ വാക്യത്തിലൂടെ ഈ വാക്കിലൂടെ ആളുകളുടെ ഏത് മനോഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത്? इस कथन से लोगों का मोल भाव करने की प्रवृत्ति और खरीदारी में लाभ पाने की मानसिकता का मनोभाव का परिचय मिलता है. ഈ ഒരു വാക്കിലൂടെ ലോകം ആളുകളുടെ വിലപേശലിനെയും പിന്നെ പർച്ചേസിങ്ങിൽ അവർക്ക് ലാഭം നേടാനുള്ള മാനസിക മനോഭാവത്തെയും നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഉൻകി ആഖോ മേ ബി വഹി നമി ഥി, അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും ആ നനവുണ്ടായിരുന്നു. ജോ ആജ് ഉസ് യുവതി കി ആഖോ മേ ഥി, ഇന്ന് ഞാൻ ഈ യുവതിയുടെ കണ്ണുകളിൽ കണ്ടിട്ടുള്ള. ലേഖക കെ പിതാജി ഓർ ഉസ് യുവതി മേ കോൺസി സമാനത ഹോ സക്തി ഹേ, ലേഖകൻ്റെ പിതാജിയും ലേഖകൻ്റെ അച്ഛനും യുവതിയും തമ്മിലുള്ള എന്തൊക്കെ സമാനതകളാണ് ഇവിടെ പറയുന്നത്? ഉത്തർ, उस युवती के समान लेखक के पिताजी भी रेलगाड़ी में सामान भेजने वाली थी. ഈ യുവതിയെ പോലെ തന്നെ ലേഖകൻ്റെ പിതാജിയും ട്രെയിനിൽ സാധനങ്ങൾ വിൽക്കുന്ന ആളായിരുന്നു. अपने पिताजी भी आर्थिक कठिनाइयों के कारण उन्हें कई इच्छाओं त्याग करना पड़ा. തൻ്റെ പിതാവിനും സാമ്പത്തിക കഠിനതകൾ കാരണം പല ആഗ്രഹങ്ങളും ത്യാഗം ചെയ്യേണ്ടതായിട്ട് വന്നു. യുവതി ഓർ പിതാജി കെ ജീവൻ കെ കഠിനായിയാം
और संघर्ष सब एक समान थे। इसलिए लेखक के पिताजी और उस युवती की आंखें में भी एक जैसी नमी थी. അപ്പോൾ യുവതിയും പിതാജിയുടെയും ജീവിതത്തിലെ കഠിനതകളും സംഘർഷങ്ങളും എല്ലാം ഒരുപോലെയായിരുന്നു. അതുകൊണ്ട് ഇസ്ലിയെ ലേഖക് പിതാജി, അതുകൊണ്ട് തന്നെ ലേഖകൻ്റെ അച്ഛനും ഓർ ഉസ് യുവതി, അച്ഛനും ആ യുവതിയുടെയും കണ്ണുകളിലെ ഏക് ജൈസി നമീതി, ഒരുപോലെയുള്ള നനവായിരുന്നു. ഈ പാഠഭാഗത്തിലെ ബാക്കി ആക്ടിവിറ്റീസുമായിട്ട് അടുത്ത ദിവസം ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇനി നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.